ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 20 ഞാൻ പറഞ്ഞല്ലോ, അപ്പം മരിച്ച ദിവസവും റോസയുടെ ബർത്ത്ഡേയും ഒക്കെ രണ്ടും ഒരു ദിവസമാണ്, ഒരേ വർഷമാണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു പതിവ് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് മൊത്തം ഉച്ചയാകുമ്പോൾ അക്കിയുടെ വീട്ടിൽ പോവുക. അവിടെയാണ് ഇന്ന് ഓണാഘോഷം പറഞ്ഞേക്കണത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ, ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണത്. അപ്പോൾ പ്രത്യേകിച്ചൊരു എന്താ പറയുക, മുഖവരയുടെ കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് രാവിലെ എനിക്ക് തോന്നുന്നു എന്തിട്ടായിരുന്നു ഇന്ന് ദോശയായിരുന്നു കേട്ടോ. ഇന്ന് ദോശയും വടയും, ഡിവൈൻ്റെ വക വടയായിരുന്നു. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് എണീറ്റ് ഉഴുന്നിൽ വെള്ളം ഒഴിച്ചിട്ട് ഡാഡിയോട് പറഞ്ഞിട്ടാണ് കിടന്നത്. രാവിലെ ആരാ എണീക്കണമെന്ന് വെച്ചാൽ ആൾ വെള്ളം ഒഴിച്ചോളൂ, വെള്ളം ഒഴിച്ചിട്ടോളൂ എന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉഴുന്ന് വടയും നല്ല ദോശയും. ദോശ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് നെസ്റ്റോയിൽ പോയി വാങ്ങിച്ചപ്പോൾ ദോശമാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ദോശമാവായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് കുറേ ഉണ്ടെന്നാണ്, പക്ഷെ അത് 1/2 കിലോന് അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തികയാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൂടെ വടയും കൂടി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ പതിവുപടി അടുക്കളയിൽ വന്ന് എന്നെ കണ്ടപ്പോഴുള്ള ഗുഡ് മോർണിംഗ് പറച്ചിലാണ് കേട്ടോ. അവനെ സംബന്ധിച്ച് അവൻ അങ്ങനെയല്ലേ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഇവരുടെ വടയൊക്കെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഡാഡിയാണ് ലാസ്റ്റ്. ഡാഡി ഇന്ന് നേരത്തെ കഴിച്ചു, ഞാനും ഡിംപിളുമാണ് ഇന്ന് ലാസ്റ്റ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വടയും ചമ്മന്തിയും സാമ്പാർ ഇന്നലെ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് പരിപാടികളൊക്കെ പിന്നാക്കായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യായും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഇത്തിരി ഡള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സമാധാനത്തിൽ സാവകാശമാണ് നീങ്ങി പോകണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും അതെല്ലാതും അവസാനിപ്പിക്കണം. കാരണം നാളെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ദിവസം എനിക്ക് ബോഡി ചെക്കപ്പിന് ഞാൻ ദയയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം 11, പിന്നെ ഇന്ന് അവധിയായിരുന്നോ എന്നൊരു സംശയമായിരുന്നു. പിന്നീട് പറഞ്ഞു ഇല്ല അവധിയില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം വൈകാണ്ട് കംപ്ലീറ്റ്. അപ്പോൾ എനിക്ക് സാരികളും സെൻഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ സാരികളും ഓർണമെൻറ്റ്സും മൊത്തം ഒക്കെ പാക്ക് ചെയ്ത് അത് ഇന്നേക്ക് വരെയുള്ളത്, പിന്നെ കുറച്ച് പെൻഡിങ്ങിലുണ്ട് പ്ലേറ്റ് ചെയ്ത് വരാനുള്ളത്. അത് ഞാൻ കംപ്ലീറ്റ് കൊടുത്തയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാച്ചുവിനൊരു പൂതി അപ്പാപ്പൻ്റെ കൂടെ പോകണമെന്ന്. പിന്നെ ഞാൻ അത് സമ്മതിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിംപിളിന് പോകാനായിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ഡിവൈൻ മക്കളെയും കൊണ്ട് മുകളിലേക്ക് പോയി ഡോൺ ഹബ്ബിൽ പോയി. അപ്പോൾ എനിക്കും ഒന്നൊരുങ്ങണം. അപ്പോൾ പാച്ചു പോയിട്ട് തിരിച്ച് വരണ ആ സമയം കൊണ്ട് ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ ഞാൻ വിട്ടതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, പിന്നെ 3-4 ദിവസമായി സൺഡേ കാലത്ത് കൊണ്ടുവന്നതാണ്. ഇതുവരെ എനിക്ക് ഒതുക്കി വയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെ ഡിസ്പെൻസറാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ. കഴുകി വെച്ചപ്പോൾ കാരണം ഇത് എന്ത് പാത്രമാണെന്ന് വിചാരിക്കേണ്ട വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പാൽപ്പൊടി അളന്ന് ഇടും. അത് കഴിഞ്ഞ് അത് തിരിക്കുമ്പോൾ ഓരോ പാത്രത്തിൽ നിന്ന് ഓരോ നേരത്തേക്കുള്ളത് ഓരോ ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയാം. അങ്ങനെ സമയം 12 ആവാറായി. അപ്പോൾ ഞാൻ പോകാനുള്ള ഓർണമെൻറ്റ്സ് ഡിവൈൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ ഇന്നലെ തന്നെ ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയ നേരം കൊണ്ട് ഇതിപ്പോൾ ഞാൻ ഡിംപിളിനുള്ളതും എനിക്കുള്ളതും കൂടിയിട്ട് ആക്കി വെച്ചതാണ്. ഡാഡിയെ കൊണ്ട് ഒക്കെ ബാക്ക് ചെയിനും കാര്യങ്ങളൊക്കെ ഇടിയിച്ച് വെച്ചതാണ്. അപ്പോൾ അത് പാച്ചുട്ടൻ ഡ്രസ്സൊക്കെ മാറി ഇതേ നടക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എടുത്തു എന്ന്. അപ്പോൾ അതിൽ പാച്ചുട്ടനും ചാക്കോച്ചനും കറക്റ്റായിരുന്നു. അതിൽ തോമുട്ടന് പാകമായില്ല. തോമുട്ടൻ്റെ ജുബ്ബ ഇടാനായിട്ട്, പിന്നെ ജുബ്ബ ഇടാന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവന് ഇത്തിരി പാകക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോമുട്ടന് അതിടാൻ പറ്റിയില്ല. അപ്പോൾ തോമുട്ടൻ കഴിഞ്ഞ വർഷത്തെ ഞാൻ ഓണത്തിന് എടുത്ത് കൊടുത്ത ഓണക്കോടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ചാക്കോച്ചനെ ഫുള്ള് ഇടിയിച്ചിട്ട് കാണിക്കുകയാണ് എന്നെ കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ മോന് കേട്ടോ. അപ്പോൾ കൈ ഒരു സ്വല്പം കൂടുതലാണ്, പക്ഷെ അത് കുഴപ്പമില്ല. കുറച്ചൊന്ന് കയറ്റി വെച്ചാൽ അത് കറക്റ്റാവും. അപ്പോൾ ഇതാണ് തോമുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് ഡിവൈൻ കോട്ടയത്തായിരിക്കുമ്പോഴുള്ള ഓണത്തിന് ഞാൻ എടുത്തു കൊടുത്ത ധോത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ മറ്റേ പാച്ചുവിന് റെഡിമെയ്ഡ് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാച്ചുവിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പാച്ചുവിൻ്റെ നോക്കിയിട്ട് തോമുവിന് എടുക്കുക ചെയ്തത്. അങ്ങനെ ഞങ്ങളിതേ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, 2-3 ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര എന്താ പറയുക, ബോഡിയിൽ മുഖത്തും ഒക്കെ മൊത്തം കരിവാളിപ്പിന്ന്. അവിടെ ചെന്നപ്പോഴും എല്ലാവരും പറഞ്ഞു ഭയങ്കര ക്ഷീണം നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒട്ടും വയ്യാത്ത പോലൊരു പോക്കാണ്. പിന്നെ
ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നേരത്ത് ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കാവും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അക്കിയുടെ വീട്ടിലെത്തി. അക്കിയുടെ വീട്ടിലെത്തിയപ്പോൾ ശരിക്കും കുറേ ലേറ്റായിട്ടോ. എനിക്ക് 1:30 ഒക്കെ ആയിട്ടുണ്ട് എത്തുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ മാറിക്കലും എല്ലാം ആയിട്ടപ്പോൾ ഞാൻ ആദ്യം ഒരു സെറ്റ് മുണ്ടെടുത്ത് കൊടുത്തു. പക്ഷേ ആ സെറ്റ് മുണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല. വയറ് ഭയങ്കര കൂടുതലും എനിക്ക് ആകെ കൂടെ ഒരു വീർപ്പൂട്ട പോലെ. അപ്പോൾ ഞാനത് മാറിയിട്ട് നോർമൽ സാരി എടുത്ത് കൊടുക്കുക ചെയ്തേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ തോമു ഒരു ഡ്രസ്സ് ഇട്ടു. അപ്പോൾ അത് ഊരിയപ്പോൾ അത് കയറ്റാൻ പറ്റാണ്ട് അത് മാറ്റി വേറെ ഒരെണ്ണിട്ടു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേക്കും ശരിക്കും ഫുഡിൻ്റെ സമയം കഴിഞ്ഞേക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ചെറിയ ആൾക്ക് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ കൊണ്ടുപോയപ്പോൾ ചാക്കോച്ചൻ്റെ ചെയറും കൂടി കൊണ്ടുപോയി. കാരണം അല്ലെങ്കിൽ അവൻ കിടന്നിങ്ങനെ ഓടി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറേ എടുത്ത് നടക്കണ്ടേ. അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം വരുത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ചെന്ന വഴിക്ക് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന്. പക്ഷേ സമയം കുറേ ലേറ്റായിപ്പോൾ ഇനിയിപ്പോൾ അതിന് നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അപ്പാപ്പനും മക്കളും താഴെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. കൂടെ ടോണിപ്പാപ്പനും ഉണ്ട്. പിന്നെ മുകളിൽ ഡോണും അമൽ, പിന്നെ ഹാരി എന്ന് പറഞ്ഞാൽ അന്നയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തൊരു വ്യക്തിയായിരിക്കും. ഇതാണ് അന്നയുടെ ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ അവർ അവിടെ മുകളിലിരുന്നു. അങ്ങനെ ഞങ്ങളെന്താ പറയുക, സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ പെൺകുട്ടികളിരുന്നു. അപ്പോൾ ഇത് ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കി സ്ഥിരം സൽക്കാര എന്ന് പറഞ്ഞ ഒരു കാറ്ററിങ് സർവീസ് ഉണ്ട്. അവിടെ നിന്നാണ് അക്കി സ്ഥിരം വാങ്ങിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു എത്രയോ വർഷമായിട്ട് അക്കി സോറി കേട്ടോ, ഉറക്കം നല്ല ഇതിൽ വരുന്നുണ്ട്. ഉറക്കമല്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ ചെക്കപ്പിൽ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സൽക്കാര ഞാൻ അവിടെ വെച്ചാൽ നിർത്തിയത്. സൽക്കാര എന്നാണ് അക്കി കാലങ്ങളായിട്ട് വാങ്ങിക്കാറ്. എന്ത് വിശേഷം ഉണ്ടായാലും അക്കി സൽക്കാരയെന്ന് വാങ്ങിക്കുക. സൽക്കാര എനിക്ക് തോന്നുന്നു പുത്തൂരാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ റോസ അന്നി ഉടുത്ത ഈ സാരിയാണ് എൻ്റെ വക, മാമയുടെ വക അവർക്ക് ഞാൻ ഓണത്തിന് ഗിഫ്റ്റ് ചെയ്തത്. ഓണത്തിനല്ല, അവരുടെ ബർത്ത്ഡേക്ക്. ഇന്ന് നാളെയാണല്ലോ അവരുടെ ബർത്ത്ഡേ. അപ്പോൾ 2 പേർക്ക് ഞാൻ ഒരേപോലത്തെ സാരിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഫോട്ടോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എടുത്തേക്കാൾ ഉടുത്ത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമുള്ളവരാണ്. അപ്പോൾ ആ സാരി ഉടുക്കുമ്പോൾ തന്നെ റോസയ്ക്ക് അന്നയ്ക്കും സാരി ഉടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതുപോലെ അക്കിയിട്ടേക്കണ ഈ ടോപ്പും എൻ്റെ വക ഓണക്കോടിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതായത് ഡാഡി സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെല്ലാം ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാണ്ട് ഇതിപ്പോൾ ഞാനായിട്ട് എന്താ പറയുക, ഞാൻ ഡാഡിയോട് പറഞ്ഞു ഒരു ചെറിയ ഒരു എമൗണ്ട് എനിക്കായിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. നമ്മളുടെ ഓൺലൈൻ ബിസിനസ്സിൽ നിന്ന് ഞാൻ ചെയ്തതാണ്. റോസയ്ക്കും അന്നയ്ക്കും പിന്നെ അക്കിക്കും പിന്നെ നമ്മുടെ 6 മക്കൾക്ക്. 7ാമത്തെ ആൾ ബെന്നുട്ടനുണ്ട്. പക്ഷേ ബെന്നുട്ടൻ ശരിക്കും ഇവരുടെ ഇടയിൽ ആ നല്ല ദിവസങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇവർ 6 പേരും കൂടിയിട്ട് നല്ല രസമാണ്. നമ്മളുടെ 3ഉം അവിടുത്തെ 3ഉം. പിന്നെ ഉള്ളത് ബെന്നുട്ടനാണ്. പക്ഷേ ബെന്നുട്ടനെ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ പ്രാവശ്യം എന്നാലും ഓണത്തിനുണ്ടായിട്ടില്ല. കുറച്ച് ദിവസം ഒന്നിച്ച് നിൽക്കാൻ പറ്റിയെങ്കിലും അന്ന് അന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നിച്ചുള്ള ഒരു സന്തോഷം അവന് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ വെച്ചാൽ ഫോട്ടോസ് എടുക്കാനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. ഓരോരുത്തരുടെ അഭിപ്രായം പറയലും എടുക്കലും. അപ്പോൾ അമ്മലാണ് ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പോൾസപ്പാപ്പൻ ഒരു ക്യാമറയും കൊണ്ട് ഇപ്പുറത്ത് കൂടെ നിൽക്കും. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ഞങ്ങളവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവർക്കറിയാം അവിടെ വീട്ടിലെ ആൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് പോൾസപ്പാപ്പ എടുത്ത ഫോട്ടോസാണ് കേട്ടോ, കാൻഡിഡ് ഫോട്ടോസാണ്. ഇവരറിയാണ്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനും ചേച്ചി, അപ്പോൾ അമലാണ് പറയുക നെറ്റി ഒന്നും കൂടി താടി ഇറക്കി വെക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചെടുത്ത ഫോട്ടോ ആണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തീരെ പറ്റാണ്ടായി. ഞാൻ ചെന്ന് കയറിയപ്പോൾ തൊട്ട് അക്കി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു തൽക്കാലം ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നല്ലൊരു ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ട. പിന്നെ നാളെ ഒരു ദിവസം ചെക്കപ്പിന് എന്തായാലും പോകുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെ മുമ്പായിട്ട് ഒരു പോക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നീട്ടി ഇവിടം വരെ എത്തിച്ചതാണ് കേട്ടോ. അങ്ങനെ ഗബ്രൂനും ഗബ്രൂനും തക്കടൂനും ജുബ്ബയാണ് നമ്മളെടുത്തത് കേട്ടോ. ഗബ്രൂനല്ല ആൻഡ്രൂന്. അപ്പോൾ അതും മുണ്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ തോമുട്ടൻ്റെ ഇത് പറ്റിയില്ല. പിന്നെ അത് തന്നെ ഗബ്രൂൻ്റെയും പറ്റിയില്ല. അപ്പോൾ അവർ 2 പേരും തോമു നമ്മുടെ പഴയ
കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെയും ഗബ്രു അതിൻ്റെ മുമ്പത്തെ തവണ ഓണത്തിന് നമ്മൾ എടുത്തു കൊടുത്ത ഷർട്ട് തന്നെയാണ്. അതും ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചേച്ചിക്ക് ഞാൻ ഈ പ്രാവശ്യം നൈറ്റിയാണ് കൊടുത്തത്. ഞാൻ വിചാരിച്ചു ശരിക്കുള്ള ഓണത്തിൻ്റെ ദിവസം ഓണത്തിന് സാരി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അക്കിക്ക് ഞാനൊരു ചുരിദാർ സെറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നു പോയതാണ്. അങ്ങനെ ഹാരി വന്നു. എല്ലാവരും പായസം കൂടിയും ഇത് ചായ കൂടിയാണ്. കാരണം ഫോട്ടോ സെഷനും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഓൾറെഡി സമയം കുറേ ലേറ്റായി. പിന്നെ കുട്ടികളെ വെച്ചിട്ട് കുറേ ഫോട്ടോ എടുക്കാൻ നോക്കിയെങ്കിലും അവർ സമ്മതിച്ചില്ല. തോമു ഒന്ന് എണീറ്റ് പോവും, അല്ലെങ്കിൽ പാച്ചു ഒന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ തോമുവിനെ കിട്ടാൻ വേണ്ടി കുറേ നോക്കിയെങ്കിലും കിട്ടിയില്ല. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 3-4 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ ഇന്ന് ഫുൾ സ്വിങ്ങിലായിരുന്നു കേട്ടോ. ചിരിയും കളിയും ബഹളവും. അവൻ ശരിക്കും ആ ചെയർ കൊണ്ടുപോയത് ഭയങ്കര ഉപകാരമായി. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ മടിയിലിരിക്കണം, അല്ലെങ്കിൽ 4 കാലും ഓടണം. അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര ഇന്നത്തെ ദിവസം ഇത്രയും അധികം പേരുടെ ഇടയിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ബുദ്ധിപൂർവ്വം ഈ ചെയറും കൊണ്ടുപോയത് ഭയങ്കര ഉപകാരമായി. മൂപ്പര് അവിടെ ഇരുന്നിട്ട് ചിരിയും കളിയും ബഹളവും കൈയൊട്ടും പാട്ടും തീറ്റയൊക്കെ ആയിട്ട് അവൻ്റെ ദിവസം ഇന്നത്തെ ഒരു ദിവസം നല്ലതൊരു ദിവസമായിട്ടാണ് കുട്ടിക്ക്. പിന്നെ കുറേ എല്ലാവരുടെയും കൂടെ അത്യാവശ്യം കളിയും അവരുടെ ഒക്കത്തിരിക്കലും അവരുടെ കൂടെ കളിക്കലും എല്ലാതും ഉണ്ടായിരുന്നു. അവനെ സംബന്ധിച്ച് അവൻ മാക്സിമം എൻജോയ് ചെയ്തു. പാച്ചു പിന്നെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. തോമു ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ആൻഡ്രൂ ഉറങ്ങിയിട്ടൊന്നുമില്ല. ആൻഡ്രൂ കുറച്ച് ഇതിൻ്റെ ഇടയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഗബ്രു വേറെ ശല്യത്തിനൊന്നുമില്ലാണ്ട് കുറച്ച് നേരം അവൻ കിടന്നുറങ്ങി. തക്കുട് പിന്നെ ഓളായിട്ട് വലിയേട്ടനായിട്ട് എല്ലാ കുട്ടികളെയും എടുക്കുക. തക്കുട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമാണ്. കുട്ടികളെയൊക്കെ മാറി മാറി എടുക്കാനും അവരെ കളിപ്പിക്കാനൊക്കെ തക്കുടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും കുട്ടികളെയും കൊണ്ട് ധൈര്യമായിട്ട് പോവാം, കാരണം അവൻ നോക്കിക്കോളും എന്ന് പറയും. അവനിഷ്ടമാണ്, അവന് അതിനുള്ള ഒരു മിടുക്കുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇവരിതേ ഫാമിലി ഫോട്ടോ എടുക്കാൻ കേട്ടോ. ജോർജ് ഏട്ടനും അമലും റോസയും അന്നയും ഹാരിയൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഹാരിയും മറ്റേ ആൻഡ്രും കൂടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ സെക്കൻഡ് സെക്ഷൻ നമ്മൾ ഇങ്ങനെയാണ്. അതായത് എല്ലാവരും നിരന്നിരുന്ന് ഓരോ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഡിബേറ്റുകൾ ഉണ്ടാവും, എന്താ പറയുക, തർക്കങ്ങൾ, അനുകൂലങ്ങൾ, കഥകൾ, വിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒന്ന് ചെറിയൊരു ഉഷാർ വന്നു കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര ചൂട് അന്തരീക്ഷമായിരുന്നു ആ വീടിൻ്റെ ഉള്ളിൽ. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ചിലപ്പോൾ ഓരോരുത്തർക്കും തോന്നുന്നതായിരിക്കും. പിന്നെ പുറത്ത് മഴക്കാർ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മഴക്കാരും ചൂടുണ്ടായാലും മഴയില്ലാഞ്ഞത് നന്നായി എന്ന് പറഞ്ഞു. കാരണം എല്ലാവരുടെയും ഡ്രസ്സിൽ ചളിയും കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി, എന്താ പറയുക, ഞങ്ങളെല്ലാവരും വീട്ടിലത്തെ ഡ്രസ്സിലേക്ക് മാറി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വട്ടത്തിരുന്ന് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ, സങ്കടമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കിയിരുന്നു. അപ്പോഴാണ് നമുക്ക് വൈകുന്നേരത്തേക്ക് ഡിന്നറിനുള്ള സംഭവം ഏതാണെന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഓൺലൈനിൽ അക്കിക്ക് 2-3 സാധനങ്ങൾ വന്നു. സാരി കവറുകൾ, പിന്നെ സോപ്പ് ഡിഷ് 2 in 1, അങ്ങനെയുള്ള അക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടമുള്ള ഒരാളാട്ടോ. കുറേ സാധനങ്ങൾ ആൾ വാങ്ങിക്കാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് കൊടുക്കാനും ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ തന്നെ ഇത് കൊള്ളാലോ എന്ന് ചോദിച്ചാൽ ആദ്യം ചോദിക്കുക നിനക്ക് വേണമെന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതാണെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ മാക്സിമം എന്താ പറയുക, അങ്ങനെ എനിക്ക് വേണമെങ്കിൽ പോലും വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ അപ്പം അതെടുത്ത് നമ്മുടെ വണ്ടിയിൽ എടുത്തിടും. അങ്ങനെയാണ് അക്കിയുടെ ഒരു സ്വഭാവം കേട്ടോ. അപ്പോൾ അങ്ങനെ റോസയും ഡിംപിളും അന്നയും ഒക്കെ ഡ്രസ്സ് മാറി അവരൊന്ന് നെസ്റ്റോയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം രാത്രിയിലേക്കുള്ള ഡിന്നർ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അവർ പോയി. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ വന്നു കേട്ടോ. അപ്പോൾ അവർ ഫ്രൈഡ് ചിക്കൻ, ചില്ലി, പിന്നെ എന്തൊക്കെയാണ്, ഷവായി, പിന്നെ നമ്മുടെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഇതൊക്കെ കൊണ്ടാണ്. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ വാങ്ങി. കാരണം ഞങ്ങൾ 16 പേരുണ്ട്. അപ്പോൾ 16-നല്ലേ കൂടുള്ളൂ, കുറേയില്ല. അപ്പോൾ അത്രയും പേർക്ക് കഴിക്കാനുള്ള ഫുഡ് രാത്രി. അപ്പോൾ ഇന്നത്തെ ചിലവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിൾ കാറ് വാങ്ങിച്ചതിൻ്റെയും ഡിവൈന് 1K അടിച്ചതിൻ്റെയും ഒരു ട്രീറ്റാണ് കേട്ടോ. അതാണ് ഇന്നത്തെ 1K അല്ല, സോറി 1 lakh. എനിക്ക് തെറ്റും അത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുട്ട സംഭവം എന്ന്. അതിൻ്റെ ട്രീറ്റാണ്. അപ്പോൾ അന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് കൂടുമ്പോൾ അന്നയുള്ള ഒരു ദിവസം നമുക്ക് ചെയ്യാമെന്ന്.
പിന്നെ ഡയോണിനെ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം അവൻ എപ്പോഴാണ് വരിക ഇനിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇന്ന് രാത്രി നമ്മളുടെ വക ട്രീറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേഗം കേക്ക് കട്ട് ചെയ്യാമെന്ന്. കാരണം റോസയുടെ ബർത്ത്ഡേ ആയെങ്കിലും നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉച്ചയ്ക്ക് പായസം ഒക്കെ കഴിച്ച് എല്ലാവരും ഇതായിരുന്നു. ഉച്ചതിരിഞ്ഞ് ഹാരി വന്നതിന് ശേഷം റോസയുടെയും അന്നയുടെയും കൂടി ഒന്നിച്ചാവാമെന്ന് പറഞ്ഞു. പക്ഷേ കേക്കുമ്പോൾ റോസയുടെ പേര് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബർത്ത്ഡേക്ക് മുമ്പ് ഒരിക്കലും നമ്മൾ കേക്ക് കട്ട് ചെയ്യാനോ അത് അങ്ങനെ പറയാനോ പാടില്ല എന്ന് പറയാം. അപ്പോൾ റോസയുടെ പേരിലുള്ള കേക്ക് റോസ അന്നയും കൂടി കട്ട് ചെയ്തു. അപ്പോൾ നാളെ, അതായത് നിങ്ങളിപ്പോൾ ഇന്ന് കാണുന്ന ദിവസം ഓഗസ്റ്റ് 21 തീയതിയാണ് അന്നയുടെ ബർത്ത്ഡേ. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരുടെയും കൂടി ബർത്ത്ഡേ ഞാൻ എഴുതിയിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ റോസയും അന്നയും എഴുതിയത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇതാ കേക്ക് കട്ട് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. റോസ കട്ട് ചെയ്ത കേക്കിൽ നിന്നാണ് അന്ന കൊടുത്തത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളങ്ങനെ മുമ്പ് സാധാരണ കേക്ക് കട്ട് ചെയ്യുക പതിവില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ദേ അന്ന ഹാരിക്ക് കൊടുത്തു. അങ്ങനെ എന്താ പറയുക, വിചാരിക്കാണ്ട് എല്ലാവരും കൂടി വീണ്ടും ഒരു ഒത്തൊരുമിച്ച് ഒരു ദിവസം. ഇനിയിപ്പോൾ നമ്മൾ എന്നാണ് ഇതുപോലെ കൂടുക എന്നുള്ളത് ഇനി പറയാൻ പറ്റില്ല. ഇനി അടുത്ത അന്നയുടെ വരവ് അല്ലെങ്കിൽ ഡയോണിൻ്റെ വരവ് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ ഇങ്ങനൊരു കൂടിക്കാഴ്ച. അപ്പോൾ ഡയോണിൻ്റെ വരവിൽ വന്നാലും അന്ന വരുന്ന ആ ഒരു വൈബ് ഉണ്ടാവില്ല. കാരണം അന്ന വരുമ്പോൾ റോസ കൂടെ വരും, പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. അങ്ങനെയാണ്. ഡയോൺ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡയോൺ ഒറ്റയ്ക്കാവും, ചിലപ്പോൾ ഏഞ്ചലും കൊച്ചൊറ്റയ്ക്കാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഒരു എന്താ പറയുക, ഒരു സന്തോഷവും കാര്യങ്ങളും ഒരു ബഹളം ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇവർ 5 പേര് എപ്പോഴാണ് ചേരുക എന്നുള്ളത് നമുക്കറിയില്ല. ദൈവം എപ്പോഴെങ്കിലും ഒരു സമയം അതിന് വേണ്ടി കണ്ടെത്തുമായിരിക്കും. കാരണം എപ്പോൾ വന്നാലും ഒരാൾ കുറവ് വരികയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെന്നൂട്ടനാണ് ഇത് മുഴുവൻ മിസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കേക്ക് കട്ട് ചെയ്യണ നേരത്ത് വീഡിയോ കോൾ ചെയ്യാറുണ്ട് കേട്ടോ, കുട്ടീനെ വിളിക്കാറുണ്ട്. ഇന്ന് പക്ഷേ എന്തോ ആ തിരക്കിൽ മറന്നുപോയി കുട്ടീനെ വിളിക്കാൻ. ഏഞ്ചൽ സംഭവം ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികളുടെ ബഹളം കൊണ്ട് ഒരു ഹായ് പറഞ്ഞു എന്നല്ലാണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ റോസതേ എല്ലാവർക്കും കേക്ക് കൊടുക്കണം. നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ നിന്നാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പോൾസം പേപ്പർ ഇതുവരെ സൈഡിൽ നിന്ന് ജനലിൽ കൂടെയാണ് ഫോട്ടോ എടുക്കേണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇപ്പുറത്ത് കൂടെ വന്നിട്ട് പിന്നെ അകത്തുള്ളവരുടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ എനിക്കും അക്കിക്കും പിന്നെ ഡാഡിമാർക്കും അനിയത്തി കുട്ടികൾക്കും എല്ലാവർക്കും കേക്ക് കൊടുത്ത് അങ്ങനെ എന്താ പറയുക, ബർത്ത്ഡേ എന്നൊരു പരിപാടി ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഇവിടുത്തെ എല്ലാവരും മറ്റേ ഓണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ ഡ്രസ്സിലേക്ക് അങ്ങോട്ട് മാറി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫുഡ് കഴിക്കലാണ് അടുത്തത്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ശരിക്കും എനിക്ക് തീരെ പറ്റാണ്ടായി. അപ്പോൾ ഇനി പ്രഷർ ലോ ആയതാണോ എന്നറിയാൻ വേണ്ടി പോൾസേട്ടൻ അവിടെ എല്ലാതും ഉണ്ട്. ചേച്ചിയുടെ അടുത്ത് എല്ലാ ഇതിനും സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഷുഗർ ടെസ്റ്റ് ചെയ്യാനോ പ്രഷർ നോക്കാനോ എല്ലാത്തിൻ്റെയും ഉണ്ട്, ഓക്സിജൻ ലെവൽ ഒക്കെ ഉണ്ട്. അപ്പോൾ പോൾസേട്ടൻ വേഗം പ്രഷർ നോക്കിയപ്പോൾ അത്ര കൂടുതലൊന്നുമില്ല, 131 ഉള്ളത്. അപ്പോൾ അതിൻ്റെ അല്ല ഈ തലചുറ്റും ക്ഷീണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണ്ണിങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ഉഷാറ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് പോലും വിചാരിച്ചതാണ്. കാരണം എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഒരു കസേരയിൽ ഒരു വശത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തോമ സുഖമായിട്ട് ഉറങ്ങി, പാച്ചു അപ്പോൾ ഓച്ചുവിൻ്റെ കൂടെ നെസ്റ്റോയിലേക്ക് പോകും. പിന്നെ ചാക്കോച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാക്കോച്ചന് അക്കീരോടെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖം. ഒന്നെങ്കിൽ തക്കുടുവിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അധിക ഭാഗം ചേച്ചിയുടെ കയ്യിലാണ്. ചേച്ചി അവനെ ഉറക്കാനും പാട്ടുപാടാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നു അവിടെ കേട്ടോ. കാരണം അത്രയും എനിക്ക് വയ്യ. അപ്പോൾ കുട്ടികളെ നെസ്റ്റോന്ന് തിരിച്ച് വന്നപ്പോൾ എനിക്ക് എന്തേ വയ്യേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോൾസാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡോളോ ഒക്കെ വാങ്ങി കഴിച്ചു. കാരണം എനിക്ക് ഉള്ളിൽ നിന്ന് കുടയണ പോലെ ഒരു തോന്നൽ. അങ്ങനെ എടുത്ത് കഴിച്ച് ശരിക്കും ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം വല്ലാണ്ടുള്ള ഒരു എന്താ പറയുക വയ്യ എന്നുള്ളത് മാറ്റി ഓക്കെ ആയി കേട്ടോ. ചെറിയ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ശരിക്കും അങ്ങനെ ഉഷാറൊന്നും ആയില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ഇതേ ഫുഡ് കഴിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു. പിന്നെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അക്കിയും പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നതിന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ശരി ഒരു പീസ് ചിക്കൻ കഴിക്കാം. അങ്ങനെ ഒരു ചെറിയ പീസ് ചിക്കനും കുറച്ച് ഫ്രൈഡ് റൈസ് അല്ല ബിരിയാണി കൂടി, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, കൂടിയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഉച്ചയിലത്തെ ഭക്ഷണം സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ ഉച്ചയിലത്തെ. അതൊക്കെ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ
ചേച്ചിക്കോ അല്ലെങ്കിൽ റോസ അന്ന രാവിലെ പോകും തോന്നുന്നുണ്ട്, അതോ ഇന്ന് പോകുമെന്ന് എനിക്കറിയില്ല. ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. പിന്നെ റോസ നാളെ ഉച്ചയോട് കൂടിയിട്ട് പോകും. അപ്പോൾ കറികളൊക്കെ ബാക്കിയുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാനത് ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇഞ്ചമ്പുള്ളി കൈ പിടിച്ചേനെ കേട്ടോ. പക്ഷെ എല്ലാവരും ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇഞ്ചമ്പുള്ളിയാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പിള്ളേർ തമ്മിലുള്ള കളികളും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പിള്ളേർസ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല മേളാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ബെന്നൂട്ടൻ ഇതിലില്ല. ബെന്നൂട്ടൻ ഉണ്ടായാൽ തന്നെ അവൻ ദൂരെ നിന്നിട്ട് ഇതൊക്കെ കാണുള്ളൂ. അങ്ങനെ കൂടുതലായിട്ടുള്ള ഇടപെടലോ തല്ലൂട്ടോ ഒന്നും അവനില്ല കേട്ടോ. അന്ന് വന്നപ്പോൾ എന്ന് പറയുമ്പോൾ 2 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയണേ. ഇപ്പം അവൻ മിടുക്കനായിട്ട് കുറച്ചും കൂടി വലുതായി ഉണ്ടാവും. കുറച്ചും കൂടിയൊക്കെ എന്തെന്നാ പറയുക, എന്തറാന്ന് ചോദിച്ചാൽ എന്തറാന്നുള്ള പരുവത്തിലൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ കളിയാണ്. ഭയങ്കര കളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവർക്ക് എന്താ പറയണേ എന്താ ചെയ്യണേന്ന് പിടുത്തില്ലാത്തപ്പോൾ. ഇത് നമ്മുടെ ആൻഡ്രൂവിൻ്റെ പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു ആരെങ്കിലും അത് തൊട്ട് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര കരച്ചിലാത്ര. പക്ഷേ പാച്ചു അതെടുത്ത് തള്ളി നടന്നപ്പോൾ ഗബ്രു ഒന്നും മിണ്ടിയില്ല കേട്ടോ. കാരണം അവർക്ക് എന്തോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നീ എൻ്റെ അനിയനാണ്, അല്ലെങ്കിൽ നീ എൻ്റെ ചേട്ടനാണ്. ഇവരുടെ ചെറുപ്പത്തിലെ 5 പേര് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ 6 പേര് തമ്മിലുള്ള ഒരു ബന്ധം കേട്ടോ. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഞാൻ കണ്ടില്ലേ നല്ലോണം ക്ഷീണമായി, എനിക്ക് തീരെ പറ്റാത്ത ഒരവസ്ഥയെ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങായിട്ടോ അവിടെ നിന്ന്. അപ്പോൾ പാച്ചുവിൻ്റെ വക പാച്ചു എല്ലാവർക്കും സ്തുതി കൊടുത്തു. തോമുവിൻ്റെ വക തോമു എല്ലാവർക്കും നടന്ന് ഉമ്മം കൊടുത്തു. അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ക്യാമറയിൽ എൻ്റെ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോസ് മാത്രമാണ് കേട്ടോ. നല്ല നല്ല ഫോട്ടോസ് കുറേ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഡിവൈൻ ഇടും വീഡിയോ ആയിട്ട്. ഡിമ്പിൾ ഇടാൻ ന്യായമില്ല, കാരണം ഡിമ്പിൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പറയണ പോലെ ഒരേ വീട്ടിൽ നിന്ന് ഒരേ കണ്ടൻറ്റ് വരിക എന്ന് പറയുമ്പോൾ അത് ഡിമ്പിളിന് കേൾക്കുമ്പോൾ അത് ഭയങ്കര സങ്കടം. അപ്പോൾ ഡിമ്പിൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി എടുക്കേണ്ടത് പിന്നെ ഡിവൈൻ എടുക്കേണ്ടത് അത് മതി, ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സംഭവമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടി ഒറ്റ ഫോട്ടോസോ ഒരു വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസാണ് കാണിക്കുന്നത്. ഡിവൈൻ നല്ല ഫോട്ടോസ് വരിക ഡിവൈൻ്റെ ഫോണിൽ നിന്നാവും കേട്ടോ. കാരണം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല ഫോട്ടോസ്, ഫുള്ള് ഡിവൈൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെന്തായാലും നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫോണിലുണ്ടായിരുന്ന നമ്മൾ 5 കുട്ടികളെ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിച്ചപ്പോൾ എല്ലാവരുടെയും ഫോണിൽ എടുത്ത് നോക്കി എവിടെയാണ് കിട്ടണമെന്ന് വെച്ചാൽ നല്ലതാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത്രയ്ക്കൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ ആക്കി വെച്ചതാണ് അവർക്കൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. ഇനിയിപ്പോൾ സെപ്റ്റംബർ 15 ശരിക്കും ഓണം. പക്ഷെ അന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അന്നയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഓണം ഇന്നത്തെ ഒരു ദിവസം ഓഗസ്റ്റ് 20 ബർത്ത്ഡേ പ്രമാണിച്ചാക്കി. അപ്പോൾ അങ്ങനെ 20-ാം തീയതിയിലത്തെ വിശേഷം കഴിഞ്ഞു. ഇന്ന് 1-ാം തീയതിയിലത്തെ വിശേഷം അന്നയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അന്ന. അപ്പോൾ ഞാൻ വിഷ് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷേ 12 മണി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓൾറെഡി 12 മണിയുടെ മുമ്പായിരുന്നു. 12 മണി ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ ആ 12 മണിയുടെ സമയത്ത് ഞാൻ ഇതിൽ കൂടെയാണ് കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേരോടും കൂടിയിട്ട് എന്താ പറയുക, എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയിട്ട് ഒരുമിച്ച് കുറേ വർഷം ചേർത്തിക്ക് അനിയത്തിക്കും കുറേ നാൾ ജീവിക്കാനുള്ളൊരവസരം ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ 2 പേരുള്ളൂ ഇവിടെ. അങ്ങനെ ഞങ്ങൾ 10:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി എന്താ പറയുക, സാധനങ്ങളൊക്കെ ഇറക്കി നമ്മളുടെ ബാക്കി കാര്യങ്ങൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബോട്ടിൽ വാഷ് ചെയ്യണം, പാൽ കുപ്പി തിളപ്പിക്കണം. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് അവർക്ക് ചിക്കൻ്റെ എല്ലൊക്കെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുപോലെ ഒരു ബിരിയാണി ഉപയോഗിക്കേണ്ടി വന്നില്ല, അപ്പോൾ അതും കൊണ്ടുവന്നു. അപ്പോൾ നാളെ ഡിവൈന് കഴിക്കാൻ ഞാൻ ചെക്കപ്പിന് പോകുമ്പോൾ ഡിവൈനും അത് ഉച്ചയിലത്തേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട, കുട്ടി ഇട്ടിട്ട് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും ബാക്കി വന്നപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ പട്ടികൾക്കുള്ള എല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ അത് ഈ ബോട്ടിലൊന്ന് വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. പിന്നെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, എല്ലാതും ഒതുക്കിയിട്ടാണ് കുട്ടികൾ പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അത് അവിടെ ഇരിക്കട്ടെ, നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു. സമയം നോക്കി എത്ര മണിയാന്ന്, 11 മണി. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 12 മണിയാവാം, 12:05 ആയിട്ടുണ്ടാവും. കാരണം 12 ആവാൻ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ എന്തായാലും അന്നയുടെ ബർത്ത്ഡേ 21-ാം തീയതി എന്നുള്ള ദിവസമായി. അപ്പോൾ അന്നയ്ക്ക് വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ.
അതുപോലെ എന്താ പറയുക, നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ നാളെ കാണാം, നാളെ വരാം കേട്ടോ. അപ്പോൾ നാളെ വരുമ്പോൾ ഞാൻ എൻ്റെ ചെക്കപ്പിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടി ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നാളെ കാണാം നമുക്ക്. അതുവരേക്ക് ബായ്.